യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ SITക്ക് മുൻപിൽ ചോദ്യം ചെയ്യലിനായി ഗൺമാൻമാർ ഹാജരായിരിക്കുന്നു. മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകാൻ ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചിരുന്നു. വേട്ടയാടപ്പെട്ടു അതില്ലെന്ന് പറയുന്നു. മുഖ്യമന്ത്രിക്ക് ആ സമയത്ത് സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ? 100%. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായി ചേരുകയാണ്. രഘു, മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് പ്രതികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇനി അന്വേഷണ സംഘത്തിന് മുൻപിലുള്ളത്. അറസ്റ്റ് ചെയ്താലും മറ്റു നടപടികളിലേക്ക് കടക്കില്ല. പക്ഷേ കുറെ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടി വരും. നിലവിൽ വീഴ്ച പറ്റിയിരിക്കുന്ന ഒരു അന്വേഷണമായിരുന്നു SITയുടെ ഭാഗത്തു നിന്നുണ്ടായത്. SITക്ക് വീഴ്ച പറ്റിയെന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയും? SIT നടപടികൾ എങ്ങനെയാകും? SITക്ക് വീഴ്ച പറ്റി എന്നതുപോലെ തന്നെ ഈ കേസിന്റെ ആദ്യം മുതൽ തന്നെ കേസ് അട്ടിമറിക്കാനുള്ള വലിയ ശ്രമം മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് വസ്തുത. അതിനെ തുടർന്നാണ് SITക്കും കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടേണ്ടി വന്നത്. കാരണം ഒരു പരിക്കേറ്റ ഒരാൾ ആശുപത്രിയിൽ ചെന്നാൽ സ്വാഭാവികമായിട്ട് തന്നെ ആശുപത്രിയിൽ നിന്ന് പോലീസിനെ അറിയിക്കും. പോലീസ് അവിടെത്തി കാര്യങ്ങൾ തിരക്കും. ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റപ്പോൾ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചിരുന്നാൽ പോലീസ് അവിടേക്ക് എത്തിയില്ല, കേസ് രജിസ്റ്റർ ചെയ്തില്ല, വൂണ്ട് സർട്ടിഫിക്കറ്റ് കൃത്യമായി എടുത്തില്ല. ഒപ്പം തന്നെ ഇവരുടെ പരിശോധനാ ഫലം പോലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കേസ് കോടതിയിൽ വഴി റഫറൽ റിപ്പോർട്ട് നൽകി അവസാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ നീക്കം. അതിൻ്റെ അടിസ്ഥാനത്തിൽ റഫറൽ റിപ്പോർട്ട് നൽകുകയും പക്ഷേ കോടതി ആ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഇപ്പോഴത്തെ ജഡ്ജല്ല ഇതിന് മുൻപത്തെ ജഡ്ജ് വളരെ ജനാധിപത്യപരമായ ഒരു തീരുമാനമെടുക്കുകയും ഈ കേസ് വീണ്ടും അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു. ഒരു വർഷത്തിലകം ആ ഉത്തരവ് ഈ ഞാനിപ്പോൾ ഉള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലെ DYSP ആ ഉത്തരവ് കണ്ടുകൊണ്ടിരുന്നു. എന്നു മാത്രവുമല്ല ഇത്തരത്തിൽ കോടതി ഇടപെട്ടിട്ട് പോലും മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽകുമാറിനെയും സുരക്ഷാ സേനയിലുണ്ടായിരുന്ന കേവലം കോൺസ്റ്റബിൾമാരായ മറ്റു 4 പേരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ധൈര്യം പോലും ഈ കേസ് മുൻപ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നില്ല. പലതവണ നോട്ടീസ് നൽകി ജോലി തിരക്കിലായിരുന്നു എന്നുള്ളതായിരുന്നു ഇവരുടെ മറുപടി. ഇതിന് പകരം ഒട്ടും നാണമില്ലാതെ ഈ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെത്തി ഈ പ്രതികളുടെ മൊഴി പേരിന് വേണ്ടി രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ആ ഘട്ടത്തിൽ നിന്നാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും അവർ ഈ കേസുമായി മുന്നോട്ട് പോവുകയും വീണ്ടും മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. ആദ്യഘട്ടത്തിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളായിരുന്നു കോടതിയിൽ കേസിൽ ചുമത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് പോയപ്പോൾ കോടതി തന്നെ പറഞ്ഞു ഇത് നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളെ, അതുകൊണ്ട് നിങ്ങൾക്ക് മുൻകൂർ ജാമ്യത്തിൻ്റെ ആവശ്യമില്ല. ഇതിന് പിന്നാലെ കേസിലെ 1-ാം പ്രതിയായ അനിൽകുമാറും സുരക്ഷാ സേനയിൽ ഉണ്ടായിരുന്ന 2-ാം പ്രതിയായ സന്ദീപും കോടതിയിൽ കീഴടങ്ങാൻ വേണ്ടി എത്തുന്നു. ആ ഘട്ടത്തിലാണ് SIT പെട്ടെന്ന് വധശ്രമം കൂടി ഈ കേസിൽ ചുമത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കോടതി അറിയിക്കുന്നത്. പിന്നീട് അവർക്ക് കീഴടങ്ങാൻ വേണ്ടി സാധിച്ചില്ല. മുൻകൂർ ജാമ്യ അപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രതിഭാഗം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ ഒരു തിടുക്കമായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ. കാരണം കോടതി തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഒരു പ്രതിക്ക് ജാമ്യം നൽകുക എന്നുള്ളത് അയാൾക്ക് ആജീവനാന്തകാലം ജാമ്യം നൽകുകയല്ല, മറിച്ച് ആ സാഹചര്യത്തിൽ അപ്പോഴുള്ള സാഹചര്യങ്ങൾക്ക് ജാമ്യം അനുവദിക്കുന്നു. അന്വേഷണ സംഘത്തിന് വേണമെങ്കിൽ വധശ്രമം ചുമത്താം. ആ വധശ്രമം ചുമത്തി കഴിഞ്ഞിട്ട് പിന്നീട് കോടതിയിൽ വന്ന് അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ പ്രതികൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ കോടതി വഴിയുള്ള പ്രൊസീഡിങ്സ് വഴി നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ വളരെ തിടുക്കം കാട്ടി എന്നുള്ളൊരു വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം SIT വളരെ വിശദമായി ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനം കേസിലെ 5 പ്രതികളും ഇന്നു മുതൽ അങ്ങോട്ടുള്ള 3 ദിവസം ഇവിടെ ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി അന്വേഷണ സംഘത്തിന് മുൻപിൽ 10 മണിക്ക് ഹാജരാകണം. പക്ഷേ ഉദ്യോഗസ്ഥർ 9:40 തന്നെ എത്തിയിരുന്നു. പിന്നാലെ കേസിൻ്റെ അന്വേഷണ തലവനായ ഷൗക്കത്ത് അലിയും ഇവിടെ എത്തിയിട്ടുണ്ട്. 10 മണി മുതൽ 4 മണി വരെ ഈ പ്രതികളെ അന്വേഷണ സംഘത്തിന് ഈ തുടർച്ചയായ 3 ദിവസം ചോദ്യം ചെയ്യാം, അറസ്റ്റ് രേഖപ്പെടുത്താം. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പ്രതികൾക്ക് ജാമ്യം നൽകണം. 1 ലക്ഷം രൂപയും 2 ആൾജാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ വിട്ടു നൽകണം എന്നുള്ളതാണ് ജാമ്യത്തിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ. അക്ഷയ പറഞ്ഞതുപോലെ ഈ പ്രതികളെ തയ്യാറായിട്ടില്ല. വേട്ടയാടപ്പെട്ടു അതില്ലെന്ന് പറയുന്നു. 100%. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ആ പ്രതികരണം കേൾക്കാൻ തോന്നുന്നു. ലംഘനമാണെന്നാണ് പറയുന്നത്. അതെല്ലാം കോടതി ഇതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടോ? വേട്ടയാടപ്പെട്ടു അതില്ലെന്ന് പറയുന്നു. മുഖ്യമന്ത്രിക്ക് ആ സമയത്ത് സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്നല്ലേ? 100%.
രഘു വിവരങ്ങളുമായിട്ടുണ്ട്. രഘു, അതായത് ഏറ്റവും മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചപ്പോൾ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് ഷൗക്കത്തിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ മികവ് പറഞ്ഞുകൊണ്ട് ആ തരത്തിലുള്ളൊരു അന്വേഷണമായിരുന്നു ഈ കേസിൽ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവിടെയാണ് വീഴ്ച പറ്റുകയും അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്നു. പക്ഷേ വീഴ്ച പറ്റുകയും ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ 2 ദിവസം ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയുടെ ഭാഗത്തു നിന്ന് വിമർശനം ഉൾപ്പെടെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം, പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം. അതിനൊക്കെയുള്ള മറുപടി നൽകേണ്ടതുണ്ട്, അല്ലെങ്കിൽ തെളിയിക്കപ്പെടേണ്ടതുണ്ട്. ഇത് വളരെ ചോദ്യം ചെയ്ത് ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകളൊക്കെ ശേഖരിക്കേണ്ട അത്ര വലിയൊരു ക്രിമിനൽ കുറ്റമല്ല ഈ ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ഇവരോട് ചോദിക്കേണ്ട അല്ലെങ്കിൽ ഇവരോട് ചോദിച്ചറിയേണ്ട 1-2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, അതായത് നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്നതുപോലെ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു വരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ നിന്ന് പ്രതിഷേധിക്കുന്നു, കരിങ്കൊടി കാണിക്കുന്നു. അവിടെ യൂണിഫോമിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവരെ കീഴ്പ്പെടുത്തുന്നു. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന നവകേരള ബസ് കടന്നു പോയതിനു ശേഷം പിറകെ വാഹനത്തിൽ വരുന്ന അനിൽകുമാറും സന്ദീപും അടക്കമുള്ള ആളുകൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവരെ മർദ്ദിക്കാനിടയായ സാഹചര്യം എന്താണ്? ഇത് ഇവരുടെ ഡ്യൂട്ടിയിൽപ്പെടുന്ന കാര്യമാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്ക് കോടതിയിൽ അന്വേഷണ സംഘവും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും പ്രധാനമായും വാദിച്ചത് ഇത് ഇവരുടെ ജോലിയുടെ ഭാഗമല്ല. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് അകമ്പടി പോവുക എന്നുള്ളതാണ്, മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. ഈ വാഹനവ്യൂഹം, അതായത് മുഖ്യമന്ത്രിയുടെ ബസ് പോയതിനു ശേഷം 1 മിനിറ്റോളം ഇവർ റോഡിൽ നിൽക്കുകയാണ് ചെയ്തത്. അതായത് മുഖ്യമന്ത്രിയുടെ ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷ അപകടത്തിലായിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാനമായും SITയുടെ വാദം. അതുകൊണ്ട് തന്നെ എന്ത് സാഹചര്യത്തിലാണ് ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മർദ്ദിച്ചത് എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് നിങ്ങളുടെ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ നിലവിലുള്ള ചട്ടങ്ങൾ പ്രകാരം, വ്യവസ്ഥകൾ പ്രകാരം നിങ്ങൾ നിയമം ലംഘിച്ചില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചോദിച്ചറിയുക. ഒപ്പം തന്നെ നേരത്തെ SIT പറഞ്ഞതുപോലെ ഇവർ മർദ്ദിച്ച ലാത്തി വീണ്ടെടുക്കേണ്ടതുണ്ട്. ആ ലാത്തിയെ സംബന്ധിച്ച് തർക്കമുണ്ട്. SITയുടെയും പ്രോസിക്യൂഷൻ്റെയും വാദം ഈ ലാത്തി പോലീസ് ഉദ്യോഗസ്ഥർ സ്വയം വാങ്ങിയതാണ്, അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, പോലീസ് വകുപ്പിൽ നിന്ന് കൊടുത്തതല്ല ഈ ലാത്തി. കാരണം ഈ ഗൺമാന്മാർക്ക് ലാത്തി കൊടുക്കില്ല, പകരം തോക്കും ഒരു ബാഗുമാണ് കൊടുക്കുന്നത്, മറിച്ച് ലാത്തിയില്ല. ഇത് ലാത്തി എവിടെ നിന്നുള്ളതാണൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ ആയുധം വീണ്ടെടുക്കേണ്ടതുണ്ട്. കോടതി പറഞ്ഞത് പ്രകാരം 10 മണി മുതൽ 4 മണി വരെ ഇവരെ ചോദ്യം ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്ക് കസ്റ്റഡിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റഡിയിൽ വെക്കാം. അഥവാ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ കോടതിയിൽ ഹാജരാക്കണം. കോടതിയിൽ ഹാജരാക്കിയാൽ ഇവർക്ക് ജാമ്യം നൽകണം. 1 ലക്ഷം രൂപയും 2 ആൾ ജാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ വിട്ടയക്കണം എന്നുള്ളതാണ് ജാമ്യാവസ്ഥയിലെ വ്യവസ്ഥ.